ഹലോ, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ ഹോട്ട് ആൻഡ് സ്പൈസി. അപ്പോൾ ഇന്ന് വീണ്ടും ഞങ്ങളുടെ റോഡ് ട്രിപ്പാണ്. ബാംഗ്ലൂർക്കാണ്. ഇന്ന് ചെന്നൈ ടു ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചിത്തൂർ വഴിയാണ്, വേലൂർ വഴിയല്ല. ആർക്കോട്ടിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് ചിത്തൂർ, റാണിപ്പേട്ട് ചിത്തൂർ വഴിയാണ് പോണത്. അപ്പോൾ ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ കാണിക്കാം. ബാംഗ്ലൂർ എത്തിയാൽ എവിടെയെങ്കിലും കറങ്ങാൻ പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് കാണിക്കാം. എന്തായാലും ഫസ്റ്റ് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ വിചാരിച്ചിരിക്കുന്നത് മുൾബാഗൽ ദോശ ഭയങ്കര സ്പെഷ്യലല്ലേ. അപ്പോൾ ഓൺ ദ വേ ഫ്രം ചെന്നൈ ടു ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ ഇറങ്ങാനാണ് ഫസ്റ്റ് പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് അവിടെ എത്തിയിട്ട് ഞാൻ ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ഹലോ, അപ്പോൾ ഞാൻ മുൾബാഗൽ ദോശ കോർണറിൽ എത്തിയിട്ടുണ്ട്. മുൾബാഗലിലെ സ്പെഷ്യൽ ദോശ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളിൽ ആനന്ദ് ഭവൻ എന്നാണ്, പക്ഷേ മുൾബാഗൽ ദോശ കോർണർ എന്നാണ് ബ്രാക്കറ്റിൽ. അപ്പോൾ ഓൺ ഹൈവേയിൽ തന്നെയാണ്, ചെന്നൈ ബാംഗ്ലൂർ റൂട്ടിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ആദ്യം മാലും ഗീ പൊടി ദോശയും ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്, മുൾബാഗൽ ദോശ. അതിൻ്റെ കൂടെ അവരൊരു മധുരമുള്ള ഉള്ളിച്ചമ്മന്തി തരുന്നുണ്ട്. എനിക്ക് സ്പെഷ്യലായി തോന്നിയത് ഇത് പച്ചരി അരച്ചിട്ട് പുളിക്കാത്ത പോലെ ചുട്ടിട്ടുള്ളൊരു ദോശ, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഞാനിങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇത് KGF എത്താറായി എന്നുള്ള, KGF എന്ന് പറഞ്ഞാൽ കോളാർ ഗോൾഡ് ഫാക്ടറി അങ്ങനെ എന്തോ അല്ലേ. അപ്പോൾ അത് ഓൺ ദ വേ, ആ കോളാറിന് എഴുതി കാണിക്കുന്നുണ്ട് KGF എന്ന്. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ക്രോസ് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെന്തോ ഒരു ഈജിപ്ഷ്യൻ മമ്മിയുടെ പോലെ ഒരു സ്റ്റാച്യു കണ്ടു ഓൺ ദ വേ. അപ്പോൾ അതും ഞാനൊന്ന് ജസ്റ്റ് ഇട്ടു എന്നുള്ളൂ. ഹലോ, അപ്പോൾ ഞങ്ങൾ സെക്കൻഡ് ഡേ, ഇത് ഇന്ന് ഡേ 2 ആണ്. ഇന്നലെ ഞങ്ങൾ എത്തി, അവിടുന്ന് ബാംഗ്ലൂർ ഒരു 12:30 ഉച്ചയായപ്പോൾ എത്തി. പിന്നെ അവിടെ എൻ്റെ കസിൻസിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഒന്ന് കറങ്ങി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും വീഡിയോ ആയിട്ടൊന്നും ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഡേ 2 ഞങ്ങളിപ്പോൾ മല്ലേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈറ്റ് രാജ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജ്യൂസ് ഷോപ്പ്. അപ്പോൾ ഇത് ഫ്രൂട്ടിൽ തന്നെയാണ് ഒരു ജ്യൂസ് അടിച്ച് തരിക എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ പോകുമ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാംഗ്ലൂരിലുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ വ്ളോഗ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അത് മാത്രമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാ ഡേയ്സും ഒരുമിച്ചായിരിക്കും, ഒറ്റ വ്ളോഗായിട്ടായിരിക്കും. അപ്പോൾ ഡേ 1 നമ്മൾ മുൾബാഗ് ദോശ കഴിഞ്ഞു. അപ്പോൾ ഡേ 2 ഇതാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം. ഈ അമ്പലത്തിൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡിലായിട്ടാണ്, ഇവിടുന്ന് നോക്കുമ്പോൾ ലെഫ്റ്റിലായിട്ടാണ് ഈറ്റ് രാജ ഈറ്റ്. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഈശ്വരത്തിലെ ഫേമസ് ഈറ്റ് രാജ എന്നുള്ള ജ്യൂസ് ഷോപ്പ് ഇതാ ഇവിടെ കണ്ടോ. ഫ്രൂട്ട്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾക്ക് ജ്യൂസും കൊടുക്കുന്നത്. നോ പേപ്പർ കപ്സ് ഓർ നോ പ്ലാസ്റ്റിക് കപ്സ്. ഞാൻ താഴെ പോയിട്ട് ബാക്കി എടുക്കാം. ഇവിടെ എല്ലാം അവർ എന്നിട്ട് റീഫിൽ ചെയ്ത് കൊടുക്കും കഴിച്ച് കഴിഞ്ഞാൽ. ഇതാ അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. ഞങ്ങൾ ഓർഡർ ചെയ്യാൻ പോവാണ്. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. റീഫിൽ ചെയ്തിട്ട് കൊടുക്കും അവർ, എന്നിട്ട് നമുക്കത് കടിച്ച് തിന്നാം. ഇതൊക്കെയാണ് ഇവിടെയുള്ള കോംബോസ്. ഇപ്പോൾ അത് പതുക്കെ തുറന്നോളൂ. ഇതാണ് ഗോവ ഷോട്ട്സ്. ആദ്യം മെലൺ വാങ്ങും. കുടിച്ചോ. 3 തവണ അവർ ഫില്ല് ചെയ്ത് തരും, എന്നിട്ട് നമ്മൾ കടിച്ച് തിന്നാം. ഇതിലിങ്ങനെ ഉള്ളിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് മുകളിൽ. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി 1 ടൈമും കൂടെ ചെയ്യുന്നു. ഇത് മാംഗോയിലാണോ? അതിൽ സൺഫ്ലവർ സീഡും ഉണ്ട്. അത് കുടിക്കണ്ടേ. അങ്ങനെ ഈറ്റ് രാജ ഈറ്റിൽ ഞങ്ങൾ ഈറ്റല്ല, ഡ്രിങ്ക് ആൻഡ് ഈറ്റായിരുന്നു. അവിടെ നിന്ന് കഴിച്ച് കുടിച്ചിട്ട് നേരെ ഞങ്ങൾ കസിൻസിൻ്റെ വീട്ടിലേക്കും പിന്നെ കുറച്ച് കറങ്ങാനൊക്കെ പോയി. അപ്പോൾ ഇന്നത്തെ ഡേയിൽ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഹലോ, അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ പോകുന്നത് രാമേശ്വരം കഫേ. രാമേശ്വരം കഫേ ബാംഗ്ലൂർ ഫേമസ് ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ട് നടക്കല്ലേ ഇപ്പോൾ രാമേശ്വരം കഫേ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് പോയി നോക്കാം. ഞങ്ങൾ ലിഫ്റ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോവാം.
അപ്പം ഞാൻ രാമേശ്വരം കഫേയുടെ ആംബിയൻസും ഒക്കെയാണ് ഇപ്പോൾ ഇത്രയും നേരം കാണിച്ചത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഓർഡർ ചെയ്യാണ്. ഞങ്ങൾ ഓപ്പൺ മസാല ദോശ, റവ ദോശ, ചില്ലി പൊടി ഇഡ്ഡലി, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ട്രൈ ചെയ്തു. അതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ വന്ന് ഞാൻ അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും കാണിച്ചു തരാം. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ സ്ഥലം പിടിക്കാൻ വേണ്ടി, അപ്പോൾ ഇന്ന് പൊങ്കലിൻ്റെ പ്രീവിയസ് ഡേ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അധികം തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ അല്ലാന്നാണ് അവിടെ എല്ലാവരും പറയുന്നത്. സീറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു തിന്ന പോലെ ഉണ്ടായിരുന്നു. കോലായി എന്നൊക്കെ പറയും നമ്മൾ പാലക്കാട് തൃശ്ശൂർ ഭാഷ. അങ്ങനെ ഉണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഒക്യുപ്പൈ ചെയ്തത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ദോശയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ദോശയിൽ അവർ എങ്ങനെ നെയ്യ് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, പാക്കറ്റോട് കൂടിയിട്ട് നമ്മൾ ഈ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ ഓസിൽ ഒഴിക്കുന്ന പോലെയാണ് അവർ ആ പാക്കറ്റ് ഇങ്ങനെ ഞെക്കി പിടിച്ച് ഒഴിക്കുന്നത്. ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് മോശമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ മാത്രമേ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ഇടാം. അപ്പോൾ ആദ്യത്തെ പൊടി ഇഡ്ഡലി വന്നു. അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ തികയില്ല, അവനത് ഒന്ന് എന്നുള്ളതായിരുന്നു. അവൻ്റെ ക്വാണ്ടിറ്റി കുറവാണെന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ഇത് റവ ദോശ, അതും അടിപൊളിയായിരുന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഓപ്പൺ ബട്ടർ മസാല ദോശ. ഓൾറെഡി നെയ്യാണ്, അതിൻ്റെ കൂടെ ബട്ടറോ എന്ന് ചോദിക്കേണ്ട, ചോദ്യം ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ വീഡിയോ. ഒന്ന് സൂം ചെയ്താൽ കാണാൻ പറ്റും അവർ നെയ്യ് ഒഴിക്കുന്നത്. ഇത് ബാംഗ്ലൂർ സ്പെഷ്യൽ അല്ലെങ്കിൽ മാംഗ്ലൂരിയൻ ഡിഷാണ്. കർണാടക സ്പെഷ്യൽ എന്ന് പറയണം. നീർദോശയും ചിക്കൻ ഗീ റോസ്റ്റുമാണ്. അപ്പോൾ എനിക്ക് പോയി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്ന കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് കഴിച്ചു. ഭയങ്കര നൈസായിട്ടുള്ളത്, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചിക്കൻ റോസ്റ്റും നീർദോശയും. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ മേ ബി നേരെ പോയി ട്രൈ ചെയ്യും. അങ്ങനെ ഇപ്രാവശ്യത്തേക്ക് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയുള്ളൂ. വേറെയും കുറേ പരിപാടികളുള്ളതുകൊണ്ട് ഞങ്ങളിതാ തിരിച്ച് ടുവേർഡ്സ് ചെന്നൈ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് ഡേ, അതായത് ഒരു 3 days ഓഫ് ബാംഗ്ലൂർ ട്രിപ്പിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്ക് ടു ചെന്നൈ പോവാണ്. അപ്പോൾ ഇനിയും ബാംഗ്ലൂർ വരുമ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റട്ടെ. അതിനു വേണ്ടിയായിട്ട് വരേണ്ടി വരും. നമുക്ക് കുറേ സ്പോട്ട്സ് ഉണ്ട്, പക്ഷേ നമ്മൾക്ക് കുറേ വേറെ പരിപാടികളൊക്കെ ഉള്ളത് കൊണ്ട് അധികം കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ടാറ്റാ, നമുക്കിനി നെക്സ്റ്റ് ടൈം കാണാം.